നൃത്താധ്യാപകൻ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മഹേഷിന്റെ മരണത്തിൽ വഴിത്തിരിവ്. മഹേഷ് ചികിത്സയിൽ കഴിയവേ ആശുപത്രി ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് കുടുംബം ആരോപിച്ചു. തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെയാണ് ആരോപണം. വെള്ളിയാഴ്ച അടിച്ചപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു, ഞങ്ങളെ മുമ്പായിട്ട് അടിക്കാതെ നിങ്ങൾ കുത്തിവെച്ച് കൊന്നുകളയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിറ്റേന്ന് വന്ന് അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെ അടിച്ചങ്ങ് വെളിയിൽ ഇറക്കിയിട്ട് അവർ 5-6 ആണുങ്ങളും 3 നേഴ്സുമാരും കൂടിയാണ് അതിനകത്ത് കയറിയത്. ഞങ്ങളകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കതവിൻ്റെ അവിടെ തന്നെ നിന്ന് അവരെന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകണുണ്ടോണ്ട് അവൾ പറഞ്ഞു, അമ്മ എന്തോ സംഭവിച്ച് അവർക്ക് ചിരിച്ചുകൊണ്ട് വേണം നമ്മൾ ചാടി അകത്ത് കയറി ചെന്നപ്പോൾ നോക്കടി മണിച്ചി എന്നതാ കയറി ഇരുന്ന് എന്നെ നെഞ്ചിലിടിച്ച് എൻ്റെ തലയിലടിച്ച് എൻ്റെ കവാലൊക്കെ അടിച്ച് മോൻ പറയണ്. മഹേഷിന്റെ ശരീരമാകെ മുറിവുകളും ചതവുകളും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 ലഭിച്ചു. 2 കൈയും കാലും കെട്ടിട്ടിരിക്കുക. മണിച്ചി ഇങ്ങ് വാടി, എൻ്റെ നെഞ്ചിൽ കയറി നാടി എന്നെ ഇടിച്ചത്. ഞാൻ നോക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടെയൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ എന്നെ കണ്ടാൽ മണിച്ചി സെൽഫി എന്ന് പറയും. നോർമലാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ഞാൻ മണി നിനക്ക് ഇപ്പം ഞാൻ സെൽഫി എടുക്കൂല, കെട്ടിയിട്ടിരിക്കല്ലേ. ഇല്ല മണിച്ചി നീ ഇടെന്ന് പറയും. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീറി കയറി, നെഞ്ചിൻ്റെ അവിടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. ഞാൻ ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഡോക്ടറെ വിളിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി വിളിക്കുന്നു, ശനിയാഴ്ച. ആശുപത്രി ജീവനക്കാർ മഹേഷിനെ മർദ്ദിച്ചത് ചികിത്സിക്കുന്ന ഡോക്ടറെ കുടുംബം അറിയിച്ചു. മഹേഷിന്റെ സഹോദരിയും ഡോക്ടറും ഫോണിൽ സംസാരിക്കുന്ന ശബ്ദരേഖയും 24 ലഭിച്ചു. ഇന്നലെയും അവര് വന്ന് കെട്ടിയിടാണ് ചെയ്തത് രാത്രി. പക്ഷെ നിൽക്കുന്ന ആള് കെട്ടിയിടാൻ വന്നില്ലേ, അവര് നന്നായിട്ട് തല്ലിയിട്ടാണ് കെട്ടിയിട്ടത് അനിയനെ. അപ്പൊ ഇന്ന് വന്നവര് ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ് വന്നത്. ഇന്നലത്തേനേക്കാളും വളരെ മൃഗീയമായിട്ടാണ് ഇന്ന് അവനെ അടിച്ചത്. സിസ്റ്റർമാരും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ പുറത്ത് ഇറക്കിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. പിന്നെ ഇന്ന് ഉച്ചത്തെ ഗുളിക വൈകുന്നേരം അടുപ്പിച്ചാണ് കിട്ടിയത് നമുക്ക്. വേറെ ഇഞ്ചക്ഷനോ ഒന്നും നമുക്ക് വൈകുന്നേരം വരെ തന്നില്ല. ഇപ്പൊ അമ്മ പോയി ചോദിച്ചപ്പം പറഞ്ഞു ഇനി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ തരും. നമ്മളെ മുമ്പിലിട്ട് തന്നെ വേറെ ആരെങ്കിലൊക്കെ ഇങ്ങനെ തല്ലുമ്പോഴേ സാറേ നമുക്ക് നല്ല വിഷമമുണ്ട്. അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിലും നമ്മള് സാറിന് വർഷങ്ങളായിട്ട് അവൻ അറിയാന്നുള്ളതല്ലേ. അപ്പൊ ഇതുവരെ മോശമായിട്ട് അങ്ങനെ ആരടുത്തും ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഈ അസുഖം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. മഹേഷിനെ മർദ്ദിച്ചെന്ന് ബന്ധുക്കളുടെ ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ നിഷേധിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്നും കുടുംബത്തിന് ആക്ഷേപമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ചികിത്സയിൽ കഴിയുന്ന ഒരാളെ ഈ ആശുപത്രിയിലുള്ള ആളുകൾ ജീവനക്കാർ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ പ്രകോപന കാരണമായി എന്തെങ്കിലും ഉണ്ടോ? കൂടുതലായി എന്തൊക്കെ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്? അനുജ, ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മഹേഷ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവായിരുന്നു. ചില സമയങ്ങളിൽ പൂർണ്ണസമയം ഒരു നൃത്താധ്യാപകനാണ്. ഇടയ്ക്ക് ഒരു 3 വർഷമെല്ലാം കൂടുമ്പോൾ ഇടയ്ക്ക് ഇതേ രീതിയിൽ ആശുപത്രിയിൽ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ കൊണ്ടുപോയപ്പോൾ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ കുറച്ച് വയലൻ്റായി, ഈ ആശുപത്രി ജീവനക്കാരോടെല്ലാം തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതാണ് ഇത്തരം ക്രൂരമായി മർദ്ദിക്കുന്ന നിലയിലേക്ക്, ഒരാളുടെ ജീവൻ പോകുന്ന രീതിയിൽ മർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് മഹേഷ് മരിക്കുന്നത്. മഹേഷിനെ 7-ാം തീയതി ആശുപത്രിയിൽ എത്തിക്കുന്നു. 8-ാം തീയതിയും 9-ാം തീയതിയുമാണ് ജീവനക്കാർ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിനുശേഷം പൂർണ്ണമായി അവശ നിലയിലായിരുന്നു. അതിനുശേഷം 11-ാം തീയതി ICUയിലേക്ക് മാറ്റി. ICUയിൽ വെച്ചാണ് ഈ മരണം സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ കേട്ട ഓഡിയോ മഹേഷിൻ്റെ സഹോദരി മനുജ ഡോക്ടറോട് സംസാരിച്ചതാണ്. മനുജ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചിരുന്നോ, അറിഞ്ഞിരുന്നോ? ഡോക്ടറടുത്ത് ഞാൻ ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ എന്നെ ഇപ്പം നഴ്സ് വിളിച്ചിരുന്നു എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. അപ്പം ഞാൻ പറയും, ഡോക്ടർ ഇന്ന് രാവിലത്തെ ഗുളിക ഉച്ചയ്ക്കാണ് കൊണ്ടുവരുന്നത്, ഉച്ചത്തത് വൈകിട്ടായി എന്നുള്ള രീതിയിലും ഞാൻ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട് എന്നും ഡോക്ടർ പറഞ്ഞു. പിന്നെ ആ ഡോക്ടർ വരുന്നത് തിങ്കളാഴ്ചയാണ്. നിങ്ങൾ മർദ്ദിച്ച ശേഷവും പിന്നെ ഈ മരുന്നുകൾ തരാനൊക്കെ വൈകിച്ച് ഒരു റൂമിൽ വരില്ല, വന്ന് എത്തി നോക്കിയിട്ട് അങ്ങ് പൊയ്ക്കളയും, അങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ ഒരു പട്ടിയെ പോലെ ഒരു അവഗണനയായിരുന്നു. 2-3 റൂം മാറ്റി ലാസ്റ്റ് ഒരു പെട്ടെന്ന് ഒരാൾ എത്തിപ്പെടാത്ത രീതിക്കുള്ള ഒരു റൂമിലാണ് ലാസ്റ്റ് കൊണ്ടുവന്ന് കിടത്തിയിരുന്നത് അനിയനെ.
അനുജ, ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 22 മുറിവുകൾ ക്ഷതങ്ങളുമാണ് ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അതിൽ തന്നെ ഗുരുതരമായ ഇത് മഹേഷിനെ കുറച്ചുകൂടി വയലന്റ് ആയ സാഹചര്യത്തിൽ കാലിലും കൈയിലും കെട്ടിയാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മഹേഷ് സ്വന്തം നിലയിൽ ദേഹത്ത് മുറിവേൽപ്പിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ കാലിലെയും കൈയിലെയും മുറിവുകൾ ഈ രീതിയിൽ കെട്ടിയിട്ടതിനെ തുടർന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നെഞ്ചിൽ വലിയ രീതിയിലുള്ള ക്ഷതമുണ്ട്, ഒപ്പം കഴുത്തിന് ക്ഷതമുണ്ട്, കഴുത്തിൽ വലിയ രീതിയിൽ ക്ഷതമുണ്ട്, ബാക്കി കാലിലും കൈക്കും ക്ഷതമുണ്ട് എന്നതിൽ പറയുന്നുണ്ട്. അതും സെന്റിമീറ്ററുകളോളം താഴ്ന്ന ക്ഷതമുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുറിവുകളുണ്ട്. നെഞ്ചിലുള്ള ക്ഷതം അത് കറുത്ത കളറിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം പറയുന്നത് ശ്വാസകോശത്തിൽ രക്തം കയറിയതിനെ തുടർന്ന് ഉണ്ടായ മരണമായിട്ടാണ് പറയുന്നത്. അത് പക്ഷേ മരണകാരണം കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയണമെങ്കിൽ, മരണകാരണം കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ആന്തരികവയവങ്ങളുടെ രസപരിശോധനാ ഫലം വരണമെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ബന്ധപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് വെള്ളിയാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്നത്, അല്ലെ? വെള്ളിയാഴ്ച ഞാൻ പോയി അതിൻ്റെ കോപ്പി വാങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് ഇന്നലെ തിങ്കളാഴ്ച ഇരുന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ പോയി 3ാമത്തെ നിലയിലാണ്, അവിടെ ചെന്ന് തന്നെയാണ് ഞാൻ ഒറിജിനൽ എല്ലാം എഴുതി വാങ്ങിക്കൊണ്ട് വന്നത്. എന്തായാലും ഇതാണ് അവസ്ഥ. അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരിയുടെയും മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം, അല്ലേ? ഞങ്ങളെ മുമ്പ് വെച്ചാണ് വെള്ളിയാഴ്ച ഇരുന്ന് രാത്രി ഞങ്ങളെ മുമ്പ് വെച്ച് അടിച്ചപ്പോൾ ഇവള് പറഞ്ഞ് ഞങ്ങളെ മുമ്പായിട്ട് പട്ടി അടിക്കുമ്പോൾ അടിച്ച് കൊല്ലണേക്കാളും നിങ്ങൾ കുത്തി വെച്ചങ്ങ് കൊന്നു കളയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്ന് അവർ കൈയും കാലും കെട്ടിയിട്ട് അങ്ങ് 2 അടിയും മരിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ് ഇവരിങ്ങനെ കെട്ടഴിക്കാതെ നിന്നപ്പം അവിടുത്തെ അമ്മാവനാണ് വന്ന് കെട്ടഴിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞ് അഴിക്കല്ലേ അവൻ മൈൻഡ് മാറി നിൽക്കണമെന്നായിട്ട് അങ്ങനെ കേൾക്കാതെ വന്ന് അഴിച്ചു കൊടുത്തിട്ട് മഹേഷ് നീ ബാത്റൂമിൽ പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പോയ അങ്ങേര് പിന്നീട് വന്നത് 7:30 മണി കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരെയും കൊണ്ടിവിടെ വന്നത്. എന്തായാലും 45 ദിവസം കഴിഞ്ഞു മരണം സംഭവിച്ചിട്ട്. പ്രദേശവാസികളുണ്ട്, ഒപ്പം പൊതുപ്രവർത്തകരുണ്ട്. അമ്മേ, മഹേഷിനെ അറിയാമോ? അതെ, മഹേഷ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ ഒരാഴ്ച ഞാൻ ഉമേഷിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.